നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ചൂട് പിടിക്കുകയാണ്. UDF-ൽ ഇപ്പോഴും സ്ഥാനാർത്ഥികൾ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ചർച്ചകളും തുടരുകയാണ്. എന്തായാലും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. LDF-ലേക്കും അതുപോലെ BJP-യിലേക്കും വന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച മണ്ഡലങ്ങളിലെല്ലാം തന്നെ സ്ഥാനാർത്ഥികൾ വലിയ രീതിയിൽ സജീവമായി പ്രചരണ രംഗത്തുണ്ട്. ഒപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധി പാർട്ടി കോട്ടയിൽ നിന്ന് നേരിടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. അതിന് നേതൃത്വം എന്ത് മറുപടി പറയുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും വിവരങ്ങളും ഒക്കെയാണ് ഇന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടുതൽ വാർത്തകളിലേക്കും വിശദാംശങ്ങളിലേക്കൊക്കെ വരാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കണ്ണൂരിലെ പൊട്ടിത്തെറിയിൽ പ്രതിരോധത്തിലായി CPM. TK ഗോവിന്ദന്റെ ആരോപണത്തോട് പ്രതികരിക്കാതെ MV ഗോവിന്ദനും മുഖ്യമന്ത്രിയും. രക്തസാക്ഷിത്വ ഫണ്ട് തിരിമറി ആരോപണമുയർന്ന പയ്യന്നൂരും പാർട്ടിക്ക് തലവേദനയാകുന്നു. ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ റോഡ് ഷോ വൈകിട്ട് 3 മണിക്ക്. തർക്കങ്ങൾക്കിടെ കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന്. ആദ്യ പട്ടികയിൽ 50 പേരെന്ന് സൂചന. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം രാവിലെ 10:30 ഡൽഹിയിൽ. രണ്ടാമത്തെ പട്ടിക നാളെ. K സുധാകരനുമായുള്ള നേതൃത്വത്തിന്റെ കൂടിക്കാഴ്ചയും ഇന്ന്. ലീഗിന്റെ സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിക്കും. സ്റ്റാർ മണ്ഡലങ്ങളിൽ പ്രമുഖർ കളത്തിലിറങ്ങിയതോടെ ആവേശത്തിൽ NDA ക്യാമ്പ്. 47 സ്ഥാനാർത്ഥികളും പ്രചരണം തുടങ്ങി. ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെയും ഉടൻ പ്രഖ്യാപിക്കും. തിരുവനന്തപുരം സെൻട്രലിൽ ഇനിയും വ്യക്തത വരുത്താതെ പാർട്ടി. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ വിധി ഇന്ന്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് പോലീസ് കൊണ്ടുവന്ന സന്ദീപ് എന്നയാളുടെ കുത്തേറ്റ് വന്ദന മരിച്ചത് 2023 മെയ് 10. വിധി പ്രസ്താവിക്കുന്നത് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. UAE-യിലേക്ക് ഇറാന്റെ ആക്രമണ ശ്രമം. അബുദാബിയിലെ എണ്ണപ്പാടത്തും ബഹ്റൈനിലും ഖത്തറിലും ഡ്രോൺ ആക്രമണ ശ്രമം. ഇറാനൊപ്പമെന്ന നിലപാട് ആവർത്തിച്ച റഷ്യ. ഗൾഫ് മേഖല അനിശ്ചിതത്വത്തിലെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ പരമാവധി ശ്രമമെന്നും റഷ്യ. സമാധാന ചർച്ചകൾക്കായി ഈജിപ്ത് വിദേശകാര്യമന്ത്രി ഗൾഫിൽ. അമേരിക്കയുമായി സമാധാന ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് ഇറാൻ. കാബൂളിലെ ആശുപത്രിയിലേക്ക് പാകിസ്ഥാന്റെ വ്യോമാക്രമണം. 400 പേർ കൊല്ലപ്പെട്ടെന്ന് മാധ്യമങ്ങൾ. 250ഓളം പേർക്ക് പരിക്കെന്നും റിപ്പോർട്ട്. ആശുപത്രി പൂർണ്ണമായും തകർന്നു. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് ആദ്യം പോകുന്നത്. കണ്ണൂരിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന കലാപത്തെ പ്രതിരോധിക്കാൻ CPM. സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ആഞ്ഞടിച്ചിട്ടും MV ഗോവിന്ദനും മുഖ്യമന്ത്രിയും മൗനം തുടരുകയാണ്. VSന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് A സുരേഷ് ഇന്ന് കോൺഗ്രസിൽ അംഗത്വം സ്വീകരിക്കും. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ സജീവമായിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പാർട്ടികളും അതുപോലെ തന്നെ മുന്നണികളുമെല്ലാം. അതിന്റെ എല്ലാം വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അൺഫിലി ഡിസൂസയും അതുപോലെ തന്നെ പലയിടങ്ങളിൽ നിന്നായി ജോസഫും പ്രശാന്ത് ജോസഫും അതുപോലെ തന്നെ MC ബോബനൊക്കെ ചേരുന്നുണ്ട്. ആദ്യം അൺഫിലിറ്റിലേക്കാണ്. അൺഫിലിറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ CPM സമാനതകളില്ലാത്തൊരു പ്രതിസന്ധി നേരിടുന്നു. അതും അവരുടെ പാർട്ടി കോട്ടയിൽ നിന്ന്. പയ്യന്നൂരിന് ശേഷം തളിപ്പറമ്പിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടി നേതൃത്വത്തിനെതിരെയാണ് അഴിമതി ആരോപണം അടക്കം ഉന്നയിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണത്തിലേക്ക് ഒരു പടി മുന്നിട്ട് നിൽക്കാനുള്ളൊരു ശ്രമത്തിലായിരുന്നു CPM. ആ സാഹചര്യത്തിലാണ് ഇന്നലെ വലിയ രീതിയിൽ CPM വെട്ടിലാകുന്നൊരു സാഹചര്യം കണ്ണൂരിൽ നിന്നുണ്ടാകുന്നത്. അമ്പിളി, തീർച്ചയായും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു തിരിച്ചടി കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് CPM-നുണ്ടാകുമെന്ന്. നമ്മളിപ്പോൾ കരുതുന്നത് പോലെ CPM എന്ന് പറയുന്നത് കണ്ണൂരാണ് CPM-ന്റെ ഒരുപക്ഷെ ദേശീയ തലത്തിൽ പോലും കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ഘടകമായിരുന്നു കണ്ണൂർ. ആ കണ്ണൂരിൻ്റെ അടിത്തട്ടിൽ നിന്നാണ് ഈ രീതിയിൽ ഒരു കലാപക്കൊടി ഉയരുന്നത്. അതൊരു വലിയ രീതിയിലൊരു കലാപത്തിലേക്ക് അത് മറ്റ് ജില്ലകളിൽ, അതല്ല കണ്ണൂരിൽ നിന്ന് കേരളം മുഴുവനും ഒരു സന്ദേശമായി മാറാതിരിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന നേതൃത്വം കടുത്ത പ്രതിരോധത്തിലാകുന്നു.
അതിനെ പ്രതിരോധിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറെടുക്കുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം കണ്ണൂരിൽ ഈ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും അതുപോലെ ജില്ലാ കമ്മിറ്റി അംഗവുമാണ് സ്വതന്ത്രരായി അവിടെ നിൽക്കുന്നു. അവരെ പിന്തുണയ്ക്കാൻ UDF തയ്യാറെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് മറ്റ് ജില്ലകളെ പോലെ അല്ല കണ്ണൂർ CPM-നെ സംബന്ധിച്ച്. അപ്പോൾ അത് എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് അവർ പറയുന്നത്. രണ്ടും CPM-നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എങ്ങനെ നിന്നാലും സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്ന മണ്ഡലങ്ങളാണ്. ഈ പയ്യന്നൂരായാലും ഒപ്പം തന്നെ തളിപ്പറമ്പായാലും അവിടെ രണ്ടിടത്തും ഏറ്റവും പ്രധാന വ്യക്തികളാണ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ. TK ഗോവിന്ദനായാലും V കുഞ്ഞികൃഷ്ണനായാലും അവിടെ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ ഏത് രീതിയിൽ അത് മറ്റ് ജില്ലകളെ കേരളം മുഴുവൻ അത് എങ്ങനെയാകും വ്യാപിക്കുക എന്ന രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലാണ് CPM. മാത്രമല്ല ഈ വിഷയത്തിൽ ഇതുവരെ MV ഗോവിന്ദനോ മുഖ്യമന്ത്രിയോ പ്രതികരണത്തിന് തയ്യാറായില്ല എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വളരെ കരുതലോടെ ജാഗ്രതയോടെ തയ്യാറെടുക്കുന്നു. അതേസമയം ഈ TK ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ആഞ്ഞടിച്ചിട്ട് പോലും ഒരു അക്ഷരം മിണ്ടിയില്ല. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി ആയാലും MV ഗോവിന്ദനായാലും എന്തെങ്കിലും ഒരു പ്രതികരണം ഈ ഒരു വിഷയത്തിൽ നടത്താൻ അവർ നിർബന്ധിതരാണ്. മുഖ്യമന്ത്രി ധർമ്മടത്ത് വാഹന പ്രചാരണ ജാഥയിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രി നിന്നൊരു ഏത് രീതിയിലുള്ള പ്രതികരണം, കടന്നാക്രമണമായിരിക്കുമോ അതോ ജാഗ്രതയുള്ള പ്രതികരണം, എന്തായാലും അത് പ്രതിരോധിച്ചേ മതിയാവുകയുള്ളൂ. CPM-ന് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ കണ്ണൂരിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ പറ്റുകയുള്ളൂ. അത് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഫണ്ട് അഴിമതി ആരോപണം, ജില്ലയിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ അഴിമതി ആരോപണമാണ് ഒരു ജില്ലയിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടറി. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ V കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പോലും പാർട്ടിക്ക് ഒരു വ്യക്തമായ വിശദീകരണം നൽകാനോ പ്രതിരോധിക്കാനോ ഒന്നും തന്നെ പാർട്ടി ആദ്യം തയ്യാറായിരുന്നില്ല. പാർട്ടി ആദ്യം അതിനെ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു CPM-ന്. ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്താണ് ഒരു പാർട്ടി നേതൃത്വത്തിനെതിരെ, അതായത് TK ഗോവിന്ദൻ കണ്ണൂരിലെ വലിയ, അതായത് MV ഗോവിന്ദനെ പോലൊക്കെയുള്ള ഒരു സമാനമായ ഒരു നേതാവിൽ നിന്നാണ് ഇത്തരത്തിൽ അഴിമതി അടക്കം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ആരോപണം ഉയർന്നിട്ടുള്ളത്. തീർച്ചയായും ഈ കുഞ്ഞികൃഷ്ണന്റെ ആരോപണം എന്ന് പറയുന്നത് ജില്ലയിലെ MLA, അതായത് ജില്ലാ നേതൃത്വത്തിനെതിരെയായിരുന്നു കുഞ്ഞികൃഷ്ണൻ കലാപക്കൊടി ഉയർത്തിയതും. അതൊരിക്കലും സംസ്ഥാന നേതൃത്വത്തിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നില്ല. ജില്ലാ കമ്മിറ്റി അംഗമാണ്. അതിനപ്പുറത്തേക്കാണ് TK ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹം നേരിട്ട് തന്നെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ആക്രമണം നടത്തുകയാണ്. ഈ ആക്രമണം എന്ന് പറയുന്നത് അദ്ദേഹം ഉയർത്തുന്നത് പല ചോദ്യങ്ങളാണ്. ഒന്ന്, ജില്ലയിൽ MV ഗോവിന്ദൻ നടത്തിയ പല പരിപാടികളിലും ഉയരുന്ന അഴിമതി, ഫണ്ടിൽ കണക്കുകൾ അദ്ദേഹം വെളിപ്പെടുത്തിയില്ല എന്നുള്ളത്. മറ്റൊന്ന്, അദ്ദേഹം സ്ഥിരമായി കൈകാര്യം ചെയ്യുന്ന ഒരു മണ്ഡലത്തിൽ അദ്ദേഹം 3 തവണ ജയിച്ച മണ്ഡലത്തിൽ പിന്നീട് കഴിയുമ്പോൾ ഭാര്യയില്ലാതെ വേറെ ആരെയും കിട്ടിയില്ലെന്നൊരു ചോദ്യം. ഇനി അഥവാ ഒരു വനിതയാണെങ്കിൽ സുകന്യയുണ്ട്. സുകന്യ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു നേതാവാണ്. എന്തുകൊണ്ട് സുകന്യയെ സ്ഥാനാർത്ഥിയാക്കുന്നില്ല? മറ്റൊന്ന്, ഈ PK ശ്യാമളയ്ക്കെതിരെ ആന്തൂരിലെ വ്യവസായി മരിക്കുന്ന സമയത്ത് ഫയലുകൾ പൂത്തി വെച്ചു എന്ന് പറയുമ്പോൾ ഏറ്റവും ഗുരുതരമായ ആരോപണം, ഒരുപക്ഷെ കേസ് പോലും റീഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ആരോപണം, ഗുരുതരമായ ഒരു ആരോപണമാണ്, പാർട്ടി പ്രതിരോധിക്കുന്ന ആരോപണമാണ് അദ്ദേഹം ഉയർത്തുന്നത്. അങ്ങനെ ഈ ചോദ്യങ്ങൾക്കൊക്കെ സംസ്ഥാന നേതൃത്വം മറുപടി പറയണം. വലിയൊരു കൊടുങ്കാറ്റായി കേരളം മുഴുവൻ ഈ ഒരു വിഷയം നിർണായക സമയത്ത് ആഞ്ഞടിക്കാതിരിക്കാനുള്ള തത്രപ്പാടിലാണ്. അതിനെങ്ങനെ പ്രതിരോധിക്കണം? ഇന്നലെ MV ജയരാജനും EP ജയരാജനും പ്രതികരിച്ചു എന്നത് ഒഴിച്ചാൽ അത് ജില്ലയിൽ നിന്നുള്ള നേതാക്കളായതുകൊണ്ടുള്ള സ്വാഭാവിക പ്രതികരണങ്ങൾ എന്നതിനപ്പുറത്തെ വർഗ്ഗവഞ്ചകർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് MV ഗോവിന്ദനും നേരിട്ടൊരു കടന്നാക്രമണം നടത്തിയിട്ട് MV ഗോവിന്ദന്റെ പ്രതികരണം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അപ്പോൾ ഇന്നത്തെ ദിവസം പോലും ഇവർ പ്രതികരിച്ചില്ല എങ്കിൽ അത് പിന്നീട് കൂടുതൽ ചോദ്യങ്ങൾക്കൊക്കെ ഇടവരുത്തും. ഇന്ന് ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ വാഹന പ്രചാരണ രാധയിൽ മുഖ്യമന്ത്രി ഒരു പക്ഷേ കണ്ണൂരിന്റെ തട്ടകത്തിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി എങ്ങനെ അത് പ്രതിരോധിക്കും? ഒരുപക്ഷെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ജില്ലയിലുടനീളം മുഖ്യമന്ത്രിയുടെ പ്രചാരണം ഉണ്ടാകും. ധർമ്മടത്ത് ഒതുങ്ങി നിൽക്കില്ല. കാരണം ഈ അടിത്തട്ടിൽ നിന്ന്, ഈ മാർത്തട്ടിൽ നിന്ന് ഉയരുന്ന കലാപത്തെ പ്രതിരോധിച്ചേ മതിയാവുകയുള്ളൂ CPM സംസ്ഥാന നേതൃത്വത്തിന്, മുഖ്യമന്ത്രിക്ക്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി മൗനം തുടരുന്നു എന്നാണ് ഇന്നലെ TK ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പൊട്ടിത്തെറിച്ചത്. അപ്പോൾ ഇതിനൊക്കെ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെയും MV ഗോവിന്ദനും മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. അത് മറ്റ് ജില്ലകളിലേക്ക് CPM-നെ ദേശീയ തലത്തിൽ പോലും പ്രതിരോധിക്കാതിരിക്കാനായി അങ്ങനെ ഇടപെട്ടേ മതിയാവുകയുള്ളൂ. ഒരു ഇടപെടൽ ഉണ്ടായേ മതിയാവുകയുള്ളൂ. അത് കലാപമായി മാറാതിരിക്കാൻ സർവ്വശക്തിയും എടുത്ത് CPM ഇവിടെ പ്രതിരോധിച്ചേ മതിയാവുകയുള്ളൂ. മാത്രമല്ല, തീർച്ചയായും എന്തായാലും ആ ഇടപെടലിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തോട് CPM-ന്റെ സംസ്ഥാന നേതൃത്വം എന്ത് മറുപടി പറയും എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ വിജ്ഞാപനം കഴിഞ്ഞ് 3-ാം ദിനമെങ്കിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും പലയിടത്തും തർക്കങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് K സുധാകരൻ ഡൽഹിയിലെത്തും. ഹൈക്കമാൻഡിന്റെ അനുനയ നീക്കത്തിന് വഴങ്ങുമോ എന്നതിലും ആകാംക്ഷയുണ്ട്. അതേസമയം പ്രഖ്യാപനത്തിന് കാത്തിരിക്കാതെ വട്ടിയൂർക്കാവിൽ രാവിലെ മുതൽ തന്നെ വോട്ട് അഭ്യർത്ഥിച്ച്
തുടങ്ങിയിട്ടുണ്ട് കെ മുരളീധരൻ. അതേസമയം സ്റ്റാർ മണ്ഡലങ്ങളിൽ പ്രമുഖർ കളത്തിലിറങ്ങിയതോടെ BJP ക്യാമ്പും വലിയ ആവേശത്തിലാണ്. അൺഫിലിറ്റ് തന്നെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകുന്നത്. അൺഫിലിറ്റ്, കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെയെങ്കിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സിറ്റിംഗ് MLA-മാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലും തർക്കമുണ്ടോ? ഒപ്പം തന്നെ കെ സുധാകരൻ ഹൈക്കമാൻഡിന്റെ അനുനയത്തിന് വഴങ്ങുമോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അതെ അമ്പിളി, എല്ലാ അർത്ഥത്തിലൊക്കെ മേൽക്കൈ നേടേണ്ടതായിരുന്നു UDF ഈ തെരഞ്ഞെടുപ്പിലൊക്കെ. പക്ഷേ എന്ത് ചെയ്യാനാണ്, UDF-നെ സംബന്ധിച്ച് വിജ്ഞാപനം ഉണ്ടായപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പക്ഷേ 24 മണിക്കൂറൊക്കെ കഴിഞ്ഞ് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞു ഇതുവരെയും അവർക്ക് അതിനകത്ത് ഒരു അനക്കം പോലും ഉണ്ടാകുന്നില്ല എന്നതാണ്. പക്ഷേ അതേസമയം ആ ദിവസം KC വേണുഗോപാൽ കൃത്യമായി പറഞ്ഞിരുന്നു 2 ദിവസമെങ്കിലും എടുക്കും അത് പൂർത്തിയാക്കാനെന്നത്. അപ്പോഴും നമുക്കറിയാം അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നതിന്. കാരണം വ്യക്തത വരുത്താൻ ഇപ്പോഴും നേതൃത്വത്തിൽ കഴിയുന്നില്ല. കാരണം ഈ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ ജില്ലകളിൽ നിന്ന് കൂടുതൽ വിയോജിപ്പുകൾ, കടുത്ത വിയോജിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഈ ആദ്യഘട്ടത്തിൽ പോലും ഇവർ ഉടക്കി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ പലയിടത്തും. കാരണം ഇതിനകത്ത് മറ്റൊരു വിഷയമെന്ന് പറയുന്നത് ഈ സ്വതന്ത്രരായി മത്സരിക്കുന്ന CPM-ലെ പ്രമുഖരെയൊക്കെ പിന്തുണച്ച് സ്ഥാനാർത്ഥികളായി പിന്തുണയ്ക്കും. അവിടെ നിന്ന് പ്രാദേശിക ജില്ലാ ഘടകത്തിൽ നിന്ന് വലിയൊരു എതിർവികാരമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ തടയിട്ടുകൊണ്ട് വരുമ്പോൾ അവിടുത്തെ പല നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിയെ പറ്റി തിരുത്തി എഴുതേണ്ടി വരുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നു. എല്ലായിടത്തും ഈ പ്രതിസന്ധിയുണ്ട്. ഇതിനപ്പുറത്തേക്കാണ് കെ സുധാകരൻ, അടൂർ പ്രകാശും ഉയർത്തുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത്. ഈ കെ സുധാകരൻ ഡൽഹിക്ക് വരുന്നു, അനുനയിപ്പിക്കാനാണ് ഹൈക്കമാൻഡ് അദ്ദേഹത്തെ വിളിക്കുന്നെങ്കിലും എങ്ങനെ അനുനയിക്കും? ഈ കെ സുധാകരൻ അനുനയിച്ചില്ല എങ്കിൽ അദ്ദേഹം അവിടെ കണ്ണൂരിൽ ഏതെങ്കിലും രീതിയിൽ ഒരു കലാപം ഉയർത്തുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ തലവേദനയായി കോൺഗ്രസിന് മാറുമെന്നത്. അതായത് CPM-ൽ നിന്നുണ്ടാകുന്ന അനുകൂല ഘടകത്തെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോൾ പക്ഷെ മറുഭാഗത്ത് സ്വന്തം തട്ടകത്തിൽ ഈ രീതിയിൽ കലാപം ഉയരുകയാണ്. അത് കലാപം നേരിടാനായി കോൺഗ്രസ് ബാധ്യസ്ഥരാകുന്നു. അങ്ങനെ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് കോൺഗ്രസ് ഉടലെടുത്തിരിക്കുന്നത്. ഇന്നെങ്കിലും അവർക്ക് പട്ടിക പുറത്തുവിടാൻ കഴിയും, 1ാം ഘട്ട പട്ടിക പുറത്തുവിടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അവർ ഇരിക്കുന്നത്. പക്ഷേ ഇന്നലെ രാത്രി നമ്മൾ മനസ്സിലാക്കുന്നത് സ്ക്രീനിംഗ് കമ്മിറ്റി ചേർന്നപ്പോഴും ആദ്യഘട്ട പട്ടികയിൽ ഒരു തീരുമാനമായില്ല എന്ന് തന്നെയാണ്. കാരണം പല ജില്ലകളിലുമൊക്കെ ഈ ഇടഞ്ഞു നിൽക്കുന്ന താപ്പാനകൾ ഇടഞ്ഞു നിൽക്കുമ്പോഴാണ് ഏറ്റവും വലിയ തലവേദനയായി കോൺഗ്രസിനെ മാറുന്നത്. ഒരുപക്ഷെ ഇന്ന് രാവിലെ യോഗം ചേർന്ന് ഒരുപക്ഷെ ആദ്യം 1ാം ഘട്ട പട്ടിക വളരെ കുറച്ച് പേരെയെങ്കിലും, ഒരു 30-40 പേരെയെങ്കിലും പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഘടകകക്ഷികളുണ്ടാകുന്ന ചില വിയോജിപ്പ് സ്വരങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് തലവേദനയാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ കാത്തിരിക്കാതെ വട്ടിയൂർക്കാവ് കെ മുരളീധരൻ, സ്റ്റാർ മണ്ഡലവും സ്ഥാനാർത്ഥിയും ഒക്കെയാണ്. രാവിലെ മുതൽ തന്നെ വട്ടിയൂർക്കാവ് കെ മുരളീധരൻ ഇനി ഈ ഹൈക്കമാൻഡോ ആരെങ്കിലും തന്നെ പ്രഖ്യാപനം എപ്പോഴെങ്കിലും നടത്തിക്കോട്ടെ, ഇതൊന്നും തനിക്ക് ബാധകമല്ല എന്ന് രാവിലെ അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുന്നു. പക്ഷെ സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞില്ല. ആ ജില്ലയിൽ കോൺഗ്രസിന് എല്ലാവരും വോട്ട് ചെയ്യുക എന്നൊരു കോമൺ, ഒരു പൊതുവായൊരു രീതിയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം അവിടെ. കാരണം ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് പേര് പറഞ്ഞ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ സാധിക്കില്ല, വോട്ട് അഭ്യർത്ഥിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം അദ്ദേഹം കളത്തിലിറങ്ങുകയാണ്. അദ്ദേഹം കളത്തിലിറങ്ങുന്നതിന് ചുവട് പിടിച്ച് ഉറപ്പായ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് ഇന്ന് തന്നെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ രംഗത്ത് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഇനിയും വൈകാൻ പാടില്ല, കളം നിറഞ്ഞേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു കുറേ വിഭാഗം നേതാക്കന്മാർ ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രചാരണത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ് അമ്പിളി. അതോടൊപ്പം BJP-യുടെ ഘടകം പറയുകയാണെങ്കിൽ BJP സംബന്ധിച്ച് വലിയ ആവേശമാണ്. കാരണം സ്റ്റാർ മണ്ഡലങ്ങളൊക്കെ തന്നെ അവർ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചില പ്രമുഖരെ മാത്രം, അതായത് കുമ്മനം രാജശേഖരനോ MT രമേശിനോ ഒഴികെ ബാക്കി എല്ലായിടത്തും ഒക്കെ പ്രഖ്യാപനം വന്നതുകൊണ്ട് വലിയ ആവേശത്തിലാണ്. എല്ലായിടത്തും റോഡ് ഷോകളൊക്കെ ഇന്ന് തന്നെ ആരംഭിക്കും. ശ്രദ്ധിക്കേണ്ടത് അവർ ചില മണ്ഡലങ്ങളൊക്കെ ബുദ്ധിപൂർവ്വം ഒഴിച്ചിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനം തിരുവനന്തപുരം സെൻട്രലാണ്. തിരുവനന്തപുരം സെൻട്രൽ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. അവിടെ കരമന ജയൻ സിറ്റി ചെയർമാൻ കരമന ജയൻ സ്ഥാനാർത്ഥികൾ ഏറെക്കുറെ ഉറപ്പിച്ചാണ്. പക്ഷേ കോൺഗ്രസിലെ ഒരു പ്രമുഖ സ്ഥാനാർത്ഥികൾ പലരും സീറ്റിനെ ചൊല്ലി ഇടഞ്ഞു നിൽക്കുന്നു. അത് പ്രമുഖരാണ്. അതുകൊണ്ട് ചില പ്രമുഖരൊക്കെ ചർച്ചകൾ നടത്തി എന്നുപോലും അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് വേണ്ടി ഇവർ കാത്തിരിക്കുന്നു. അതിനുശേഷം മാത്രമേ അവരുടെ ഏറ്റവും നിർണായക മണ്ഡലം കൂടിയാണ് സെൻട്രൽ. ആ സെൻട്രലിൽ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയുള്ളൂ. ഒപ്പം തന്നെ പലയിടത്തും ആറന്മുളയിൽ MT രമേശാണോ കുമ്മനം രാജശേഖരാണോ എന്നൊരു തർക്കം നടക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഒഴിപ്പിച്ചിരിക്കുന്നു. തൃപ്പൂണിത്തറ 2020 വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. അതുപോലെ ഇരിങ്ങാലക്കുടയിൽ 2020 BD ജയിച്ച സ്ഥാനാർത്ഥികൾക്ക് അവർക്ക് സീറ്റ് വേണമെന്ന് ഒരു വലിയ രീതിയിൽ തർക്കം നടക്കുന്നു. അങ്ങനെ ഈ തർക്കമുള്ളിടത്തൊക്കെ NDA-യിലും പ്രതിസന്ധിയുണ്ട്. BJP ഈ തർക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ സീറ്റ് അവർ ഘടകകക്ഷികൾക്ക് വിട്ടു നൽകുന്നില്ല. എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ BJP NDA മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അമ്പിളി.
ശരി, നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പ്രയോജനപ്പെടുത്തുമെന്നൊക്കെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോഴും ഇതുവരെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പോലും പ്രഖ്യാപിക്കാൻ കോൺഗ്രസിനായിട്ടില്ല. ഇന്ന് ആ പട്ടിക ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ലീഗും ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അൻഫ്രിഡ് സൂചിപ്പിച്ച പോലെ തന്നെ BJP A ക്ലാസ് മണ്ഡലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണത്തിന്റെ ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കണ്ണൂർ രാഷ്ട്രീയം കലങ്ങി തന്നെ നിൽക്കുകയാണ്. CPM-ലും കോൺഗ്രസിലും മുതിർന്ന നേതാക്കൾ പാർട്ടിയെ പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുകയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CPM വിട്ട് മത്സരിക്കാനുള്ള തീരുമാനം അറിയിച്ചത് കനത്ത പ്രഹരമാണ് CPM-നെ ഏൽപ്പിച്ചത്. കണ്ണൂരിൽ K സുധാകരൻ അവസരം ലഭിക്കാതിരുന്നാൽ കോൺഗ്രസിൽ വലിയ വിഭാഗീയ പ്രവർത്തനങ്ങൾക്കും കാരണമാകും. CPM വിമതരെ തളിപ്പറമ്പിലും പയ്യന്നൂരും പിന്തുണ നൽകി പിന്തുണയ്ക്കാനാണ് UDF-ന്റെ നീക്കം. കണ്ണൂരിൽ നിന്ന് ജോസഫും ചേരുന്നുണ്ട്. ജോസഫ്, നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം അൻഫ്രിഡ് സൂചിപ്പിച്ചു കഴിഞ്ഞു. കോൺഗ്രസിലേക്ക് വന്നാലും CPM-ലേക്ക് വന്നാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ജില്ലയായി കണ്ണൂർ മാറിയിട്ടുണ്ട്. തീർച്ചയായും കണ്ണൂർ അക്ഷരാർത്ഥത്തിൽ കലങ്ങി മറിയുകയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം കോട്ടക്കൊത്തള ഭൂമിയായ പയ്യന്നൂരും തളിപ്പറമ്പും പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ക്ഷീണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത്. അതിന്റെ ഒരു തുടർഫലനം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമോ എന്നുള്ളൊരു ആശങ്ക കൂടി CPM ജില്ലാ നേതൃത്വം പങ്കുവയ്ക്കുന്നുണ്ട്. ആദ്യ പ്രഹരം ലഭിച്ചത് പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ്. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് കൃത്യമായ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് ഇത്തരത്തിൽ പാർട്ടിയിൽ അതൃപ്തി പരസ്യമാക്കിയതിന് പിന്നാലെ ഈ പാർട്ടി വിട്ട ജില്ലാ കമ്മിറ്റി അംഗം മത്സരിക്കാനുള്ള തീരുമാനം പുലർച്ചെ 10 മണിയോടുകൂടി ഇന്നലെ അറിയിച്ചു. അതിന് പിന്തുണ നൽകുന്ന ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ UDF കടന്നിരിക്കുന്നത്. പയ്യന്നൂരിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ V കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണെങ്കിൽ വലിയൊരു ഭൂരിപക്ഷം ആളുകൾ V കുഞ്ഞികൃഷ്ണനെ സപ്പോർട്ട് ചെയ്യും. കോൺഗ്രസിന്റെ വോട്ടുകൾ കൂടിയാവുമ്പോൾ ആ മണ്ഡലത്തിൽ സുഖമായി ജയിച്ചു കയറാമെന്നുള്ളൊരു പ്രതീക്ഷയാണ് UDF നേതൃത്വം പങ്കുവയ്ക്കുന്നത്. അതിന് പിന്നാലെയാണ് വൈകിട്ട് 4 മണിയായപ്പോൾ ഇത്തരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന TK ഗോവിന്ദൻ പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഇത്തരത്തിൽ പരസ്യമായി MV ഗോവിന്ദനെതിരെ വലിയ രീതിയിലുള്ള വിമർശന ശരങ്ങൾ ഉയർത്തി ഇത്തരത്തിൽ പാർട്ടി വിട്ട് ഇത്തരത്തിൽ തളിപ്പറമ്പിൽ മത്സരിക്കുമെന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിട്ടുള്ള തളിപ്പറമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ്. മയ്യലിൽ നിന്നുള്ളൊരു നേതാവ് കൂടിയാണ് ഈ TK ഗോവിന്ദൻ. മയ്യലും മലപ്പട്ടവും ആന്തൂരുമാണ് ഹാർഡ് കോർ CPM-ന്റെ ഗ്രാമങ്ങൾ, പാർട്ടി ഗ്രാമങ്ങൾ എന്ന് വിളിക്കാവുന്ന അക്ഷരാർത്ഥത്തിൽ പാർട്ടി ഗ്രാമങ്ങളായിട്ടുള്ള പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ വലിയ രീതിയിലുള്ളൊരു കനത്ത പ്രഹരം തന്നെയാണ് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഈ TK ഗോവിന്ദൻ ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നതിനു ശേഷം വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ DYFIയുടെയും മഹിളാ പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഈ TK ഗോവിന്ദന് എതിരെയാണ് ഇവർ സംസാരിച്ചത്. പക്ഷേ ഇവർ പറയുന്നത് ഈ TK ഗോവിന്ദന് വലിയ രീതിയിലുള്ള പിന്തുണയുണ്ട്, അത് വലിയ രീതിയിൽ മെച്ചമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ ഇപ്പോൾ UDF-നുണ്ട്. അങ്ങനെ UDF ഈ കാര്യങ്ങളെല്ലാം വളരെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2 മണ്ഡലങ്ങളിലും CPM വിമതനെ പിന്തുണ നിസാരമായി ആ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ കൂടി DCC നേതൃത്വം പങ്കുവയ്ക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു ചർച്ചകളുടെ പ്രാരംഭഘട്ടം ഇന്നലെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ DCC നേതൃത്വം വ്യക്തമാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല. എന്തെങ്കിലും ചെറുതായിട്ടൊരു അനക്കമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കമാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് UDF-നുള്ളത്. മാത്രവുമല്ല V കുഞ്ഞികൃഷ്ണൻ ഉയർത്തുന്ന ഫണ്ട് തട്ടിപ്പ്, അതുപോലെ തന്നെ TK ഗോവിന്ദൻ ആരോപിക്കുന്ന ജോസഫ് സൂചിപ്പിച്ച പോലെ തന്നെ കണ്ണൂർ രാഷ്ട്രീയം കലങ്ങി തന്നെ. TK ഗോവിന്ദനും ഉന്നയിച്ച ആരോപണങ്ങൾക്ക് സംസ്ഥാന നേതൃത്വവും അതുപോലെ തന്നെ അവിടുത്തെ ജില്ലാ നേതൃത്വവും ഒക്കെ അത് അഭിമുഖീകരിച്ച് അതിനെന്ത് മറുപടി പറയും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജോസഫ്. ഇനി മധ്യകേരളത്തിലേക്ക് കൂടി വരേണ്ടതുണ്ട്. മധ്യകേരളത്തിൽ ഇടുക്കിയിലേക്ക് വരികയാണെങ്കിൽ പീരുമേട്ടിൽ LDF സ്ഥാനാർത്ഥി K സലീംകുമാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. CPI ജില്ലാ സെക്രട്ടറി കൂടിയായ സലീംകുമാറിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഇത്. ഇടുക്കിയിൽ നിന്ന് MC ബോബൻ ചേരുന്നുണ്ട്. ബോബൻ, ഇടുക്കിയിൽ ചിത്രം വ്യക്തമായി വരുന്നതേ ഉള്ളൂ എങ്കിൽ കൂടി ഇടതുമുന്നണി പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഇടുക്കിയിലെ ഒരു തെരഞ്ഞെടുപ്പ് ആവേശം?
അമ്പിളി, ഇടുക്കിയിൽ പീരുമേട് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 20 വർഷമായി CPIയുടെ സ്ഥാനാർത്ഥികൾ മാത്രം വിജയിക്കുന്ന മണ്ഡലമാണ് പീരുമേട്. ഇത്തവണ CPIയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി കൂടിയായ K. സലിംകുമാറാണ് ഇടതുമുന്നണിക്ക് വേണ്ടി ജനവിധി തേടുന്നത്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ, തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ എത്രത്തോളമാണ് പീരുമേട് നിയോജക മണ്ഡലത്തിലെ LDFന്റെ പ്രതീക്ഷകൾ? പീരുമേട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ LDFന് ശുഭപ്രതീക്ഷയാണുള്ളത്. പീരുമേട് മണ്ഡലം കഴിഞ്ഞ് 20 വർഷമായി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ്. 15 വർഷക്കാലം ബിജുമോൾ MLA ആയിരുന്നു. കഴിഞ്ഞ 4.5 വർഷക്കാലം സഖാവ് വാഴൂർ സോമൻ MLA ആയിട്ടുണ്ടായിരുന്നു. വാഴൂർ സോമൻ്റെ വേർപാട് വലിയ നഷ്ടമാണ് മണ്ഡലത്തിനുണ്ടായിട്ടുള്ളത്. പക്ഷേ ആ നഷ്ടം ഉണ്ടായപ്പോഴും വാഴൂർ സോമൻ 4.5 വർഷത്തിനിടയിൽ 1100 കോടി രൂപയുടെ വികസന പ്രവർത്തനം ഈ പീരുമേടിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബിജുമോൾ തുടങ്ങി വെച്ചതായ വികസന പ്രവർത്തനങ്ങളെല്ലാം പീരുമേട്ടിൽ അതൊരു തുടർ വികസനമായി കൊണ്ടുവരുവാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. മാത്രവുമല്ല, LDF വികസനത്തിൻ്റെ പാതയിലാണ്. ആ വികസനം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. ഈ പീരുമേട് നിയോജക മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് പീരുമേട്ടിലെ തേയിലത്തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളാണ്. കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് നിരവധി തോട്ടങ്ങൾ പൂട്ടിക്കിടക്കുന്നു, നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഇതിനൊക്കെ എന്ത് പരിഹാര നിർദ്ദേശമാണ് മുമ്പോട്ട് വയ്ക്കാനുള്ളത്? പീരുമേട് തോട്ടം മേഖലയിലുണ്ടായ പ്രതിസന്ധി പെട്ടെന്നുണ്ടായ ഒരു പ്രതിസന്ധി അല്ല. ഏറെ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ചില തടസ്സങ്ങളായി വരുന്നത് കോടതിയിലുണ്ടായിട്ടുള്ള ചില കേസുകൾ തന്നെയാണ്. എങ്കിലും തോട്ടം തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്. ആ നിലയിൽ തന്നെ കേരളത്തിലെ ഗവൺമെൻറ് പീരുമേടിലെ തോട്ടങ്ങൾ തുറക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികളെ ഏറെ പ്രയാസപ്പെടുത്തുന്ന അവരുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ ലയങ്ങൾ അത് നവീകരിക്കാൻ വേണ്ടിയിട്ട് 20 കോടി രൂപ അനുവദിച്ചതിൻ്റെ ഭാഗമായി പീരുമേട്ടിൽ തോട്ടം ലയങ്ങളെല്ലാം നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ക്ഷേമ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒട്ടനവധിയായ പദ്ധതികൾ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുണ്ട്. ഗ്രാറ്റുവിറ്റി അടക്കം തൊഴിലാളികൾക്ക് കിട്ടേണ്ടത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തോട്ടം തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണം 48 രൂപ ഗവൺമെൻറ് തന്നെ തോട്ട ഉടമകളുമായി ബന്ധപ്പെട്ട് PLC മീറ്റിംഗ് തന്നെ വിളിച്ചുകൂട്ടി തോട്ടം തൊഴിലാളികൾക്ക് 48 രൂപയുടെ ശമ്പള വർധനവ് കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. ചില തോട്ടങ്ങളിലാണെങ്കിൽ ശമ്പളവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുള്ളത് ഗവൺമെൻറ് തന്നെ ഇടപെട്ട് അവരുടെ ശമ്പളം കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതെല്ലാം തോട്ടം തൊഴിലാളികളെ എന്നും ചേർത്ത് പിടിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ മുന്നണിയുടെ ഗവൺമെൻറ് എന്ന നിലയിൽ പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള നല്ല നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തോട്ടം തൊഴിലാളികൾക്ക് ഭൂമി, വീട് എന്ന നടപടിക്രമവുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ പീരുമേട് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളുമായാണ് സലീംകുമാർ ഇത്തവണ മത്സരരംഗത്തുള്ളത്. 20 വർഷമായി CPIയുടെ കൈവശമുള്ള മണ്ഡലം ഇത്തവണയും ഒപ്പം നിർത്താൻ കഴിയും എന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തായാലും അമൃത വാർത്തകളോട് ഇത്രയും സമയം ചിലവഴിച്ചതിന് വളരെ നന്ദി. എല്ലാ ആശംസകളും. ഓക്കെ, താങ്ക് യു. ബോബൻ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ 20 വർഷമായി CPIയുടെ കുത്തക മണ്ഡലമാണ് പീരുമേട്. തോട്ടം തൊഴിലാളി മേഖലകൾ കൂടിയുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വികസനം വോട്ടായി മാറുമെന്ന് തന്നെയാണ് സ്ഥാനാർത്ഥി K. സലീംകുമാർ പങ്കുവെക്കുന്നത്. സ്ഥാനാർത്ഥിയോടൊപ്പം ചേർന്നിരുന്നത് ഞങ്ങളുടെ പ്രതിനിധി MC ബോബനാണ്. ഇനി കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ കോട്ടയം ജില്ലയിൽ ഇടതുമുന്നണി മുഴുവൻ സീറ്റുകളിലും NDA 5 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായി കാത്തിരിപ്പ് തുടരുന്നു. കേരള കോൺഗ്രസ് സീറ്റ് തർക്കമാണ് പ്രധാനമായും കോട്ടയത്ത് UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകാൻ കാരണം. പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ സീറ്റുകൾ സംബന്ധിച്ചാണ് തർക്കം. അതേസമയം കോട്ടയത്തെ UDFന്റെ 4 സിറ്റിംഗ് MLAമാരും ഇത്തവണ മത്സരരംഗത്തുണ്ടാവും. പ്രശാന്ത് ജോസഫ് ചേരുന്നു. പ്രശാന്ത്, കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ സൂചിപ്പിച്ച പോലെ തന്നെ ചില സീറ്റുകൾ വിട്ടു നൽകേണ്ടി വരുമെന്ന് ഇന്നലെ തന്നെ കേരള കോൺഗ്രസ് വ്യക്തമാക്കിയതാണ്. ആ രീതിയിൽ തർക്കങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ലേ, അതോ സമവായത്തിലേക്ക് കാര്യങ്ങളെത്തി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമോ? അമ്പിളി, UDFൽ എല്ലാ തവണയും ഉള്ള പോലുള്ള ഒരു പ്രതിസന്ധി അത് സംസ്ഥാനത്ത് എമ്പാടും ഉള്ളതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ ഇത്തവണയും പ്രതിസന്ധിയുണ്ട്. അത് കേരള കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് തർക്കത്തിൻ്റെ പേരിലാണ്. കഴിഞ്ഞ തവണ 10 സീറ്റിലായിരുന്നു കേരള കോൺഗ്രസ് മത്സരിച്ചിരുന്നത്. എന്നാൽ 2 സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. ഈ ഒരു വിഷയം ചൂണ്ടിക്കാട്ടിയാണ് കേരള കോൺഗ്രസിന് വിജയസാധ്യത കുറവുള്ള സീറ്റുകൾ തിരികെ എടുക്കാൻ വേണ്ടി കോൺഗ്രസ് നീക്കം തുടക്കം മുതൽ തന്നെ ആരംഭിച്ചിരുന്നത്. ആ ഒരു വിഷയത്തിലുള്ള തർക്കം ഇനിയും അവസാനിച്ചിട്ടില്ല. കേരള കോൺഗ്രസ് തർക്കം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് ഒരുപക്ഷെ കോട്ടയം ജില്ലയിൽ തന്നെ
എന്ന് പറയേണ്ടി വരും. കാരണം കോട്ടയം ജില്ലയിൽ ഇപ്പോൾ ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ സീറ്റുകൾ തിരികെ എടുക്കുന്നതിനാണ് കോൺഗ്രസ് ആലോചന നടത്തിയിരുന്നത്. പകരം പൂഞ്ഞാർ സീറ്റ് വിട്ടു നൽകുന്നതിനെ പറ്റിയും ആലോചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വിഷയങ്ങളിൽ ഇനിയും ധാരണയുണ്ടായിട്ടില്ല. 2 സീറ്റുകൾ വിട്ടു നൽകുമ്പോൾ 2 സീറ്റുകൾ പകരം വേണമെന്ന ഒരു ആവശ്യം തന്നെയായിരുന്നു കേരള കോൺഗ്രസ് ഉന്നയിച്ചിരുന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നത്. അതേസമയം LDF ഈ കഴിഞ്ഞ ദിവസം തന്നെ മുഴുവൻ സീറ്റുകളിലും പ്രഖ്യാപനം നടത്തി. കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രഖ്യാപനം കൂടി ഇന്നലെ വന്നതോടുകൂടി LDF കോട്ടയം ജില്ലയിലെ 9 സീറ്റുകളിലും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. NDA സംബന്ധിച്ചിടത്തോളം BJP 4 സീറ്റുകളിലും BDJS 2 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതോടുകൂടി LDFിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാവുകയും NDAയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ UDFിന് ഒരിടത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. അതേസമയം കോട്ടയം ജില്ലയിൽ നിലവിലുള്ള 4 സീറ്റുകളിൽ, അതായത് നിലവിൽ UDFിൻ്റെ കൈവശം ഇരിക്കുന്ന 4 സീറ്റുകളിൽ അതത് MLA മാർ തന്നെയാവും മത്സരിക്കുക. അതായത് കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കടുത്തുരുത്തിയിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്, പാലായിൽ മാണി സി കാപ്പൻ, പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ എന്നിവരാവും മത്സരരംഗത്തുണ്ടാവുക എന്ന് ഏകദേശം വ്യക്തമായിട്ടുണ്ട്. ചാണ്ടിയുമ്മൻ ഇന്നലെ റോഡ് ഷോ അടക്കം നടത്തിക്കൊണ്ട് പ്രചരണ രംഗത്ത് സജീവമായി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തന്നെ പരസ്യ ബോർഡുകളടക്കം, പ്രചരണ ബോർഡുകളടക്കം സ്ഥാപിക്കുകയും ചുവരെഴുത്തുകൾ ആരംഭിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ചാണ്ടിയുമ്മൻ പ്രചരണവുമായി സജീവമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ മോൻസ് ജോസഫോ കാര്യമായ പ്രചരണ പരിപാടികളിലേക്ക് ഇനിയും കടന്നിട്ടില്ല. അതേപോലെ തന്നെ പാലായിൽ മാണി സി കാപ്പൻ ഏതായാലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നുമുള്ള ഏക MLA ആണ്. അദ്ദേഹം പ്രചരണ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും പരസ്യപ്രചരണം ഇനിയും ആരംഭിച്ചിട്ടില്ല. റോഡ് ഷോ പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേരള കോൺഗ്രസ് സീറ്റ് തർക്കം പ്രധാനമായും ഒരു വിഷയമാണ്. അതോടൊപ്പം തന്നെ PJ ജോസഫ് മത്സരരംഗത്തുണ്ടാകുമോ എന്നും ഒരു പ്രധാന കാര്യമാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ. തീർച്ചയായും PJ ജോസഫിൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചും ഇനിയും പാർട്ടി മനസ്സ് തുറന്നിട്ടില്ല, അല്ലെങ്കിൽ നേതൃത്വം ഇനിയും ഇത് സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. PJ ജോസഫ് ആയിരിക്കുമോ അതോ മകൻ അബു ജോൺ ജോസഫ് ആയിരിക്കുമോ തൊടുപുഴയിൽ മത്സരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏതായാലും അവസാന നിമിഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു വെളിപ്പെടുത്തലുണ്ടാവും. ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ കാര്യത്തിലാണെങ്കിലും ജോസ് കെ മാണി മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു സസ്പെൻസായി ഏറ്റവും അവസാന നിമിഷം വരെ പാർട്ടി ഹോൾഡ് ചെയ്തിരുന്നു. അതേപോലെ തന്നെയായിരിക്കും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലും. കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ PJ ജോസഫ് ആയിരിക്കുമോ അതോ മകൻ അബു ജോൺ ജോസഫ് ആയിരിക്കുമോ മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് കടുത്തുരുത്തിയിൽ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തൊടുപുഴയിൽ ഇതേപോലെ PJ ജോസഫിന് പകരം മറ്റാരെങ്കിലും വരികയാണെങ്കിൽ, അബു ജോൺ ജോസഫ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും വരികയാണെങ്കിൽ നിലവിലുള്ള ഒരു തരംഗത്തിൽ അത് വിജയസാധ്യത ഒട്ടും കുറവല്ല എന്ന് തന്നെയാണ് UDF വിലയിരുത്തുന്നത്. PJ ജോസഫ് എന്നാൽ തനിക്ക് മത്സരിക്കുന്നതിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തടസ്സമല്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാര്യമായി ഇല്ല, താൻ മത്സരിക്കുന്നതിന് തടസ്സമല്ല എന്ന് പലപ്പോഴും സൂചനകൾ നൽകിയിരുന്നു. താൻ തന്നെയാവും മത്സരരംഗത്തുണ്ടാവുക എന്ന് അദ്ദേഹം മുൻപ് സൂചിപ്പിച്ചിരുന്നു. അത് അബുവും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, നിലവിൽ സിറ്റിംഗ് MLA ആണ്, അദ്ദേഹം മത്സരിക്കുന്നതിൽ തടസ്സമൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും പലപ്പോഴും പല ഘട്ടങ്ങളിലും അബുവിൻ്റെ പേര് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ഇനിയും പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അതേപോലെ തന്നെ ഈ പൂഞ്ഞാറിലെ സീറ്റിൻ്റെ കാര്യത്തിൽ, പൂഞ്ഞാർ സീറ്റ് കോൺഗ്രസ് വിട്ടു നൽകുകയാണെങ്കിൽ അവിടേക്ക് ആരായിരിക്കും സ്ഥാനാർത്ഥിയായി എത്തുക? ചങ്ങനാശ്ശേരി സീറ്റിൻ്റെ കാര്യത്തിൽ ഒക്കെ അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ശരി, പ്രശാന്ത് ജോസഫാണ് കോട്ടയത്തെ ഒരു സ്ഥിതി വിലയിരുത്തിയത്. എറണാകുളത്തേക്ക് വരികയാണെങ്കിൽ അവിടെയും UDFിൽ ചില തർക്കങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എറണാകുളം ജില്ലയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം അതുകൊണ്ട് തന്നെ വൈകുന്നു. തൃക്കാക്കരയിൽ LDFും NDAയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. UDFിന് ഏറെ പ്രതീക്ഷയുള്ള കൊച്ചി, കളമശ്ശേരി, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം അനിശ്ചിതത്വത്തിലാണ്. കിരൺ കുമാർ കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. കിരൺ, നമുക്കറിയാം കോൺഗ്രസ് വലിയ പ്രതീക്ഷ അല്ലെങ്കിൽ കോൺഗ്രസിനെ എല്ലാ കാലത്തും തുണച്ചിട്ടുള്ള ഒരു ജില്ലയാണ് എറണാകുളം. അപ്പോൾ ഈ കൊച്ചി, കളമശ്ശേരി, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിലൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രശ്നം എന്താണ്? നമ്മൾ ഈ UDFിൻ്റെ കുത്തക എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന എറണാകുളം ജില്ലയിൽ ഇപ്പോഴും ഈ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള തർക്കങ്ങൾ തുടരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് തൃക്കാക്കര അടക്കമുള്ള സീറ്റുകൾ അത് UDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ഈ സ്ഥലത്ത് നേരത്തെ PT തോമസിൻ്റെ മരണത്തിന് ശേഷമുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമാ തോമസ് ജയിക്കുന്നതടക്കമുള്ള സാഹചര്യങ്ങളുണ്ടായി. ഇങ്ങനെ വലിയ രീതിയിൽ തന്നെ പിന്തുണയ്ക്കുന്ന തൃക്കാക്കരയിലടക്കം ഈ സീറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും തർക്കം തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇന്നലെ
NDAയുടെ സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു. അഖിൽ മാരാരാണ് അവിടെ മത്സരിക്കുന്നത്. ഈ NDAയും LDFും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോഴും സിറ്റിംഗ് MLA ആയിട്ടുള്ള ഉമാ തോമസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മത്സരിക്കുമോ എന്ന കാര്യത്തിലുള്ള ഒരു വ്യക്തത ഇതുവരെ വരുത്താനായിട്ട് കോൺഗ്രസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. കൂടാതെ തന്നെ തൃപ്പൂണിത്തുറ അത് സിറ്റിംഗ് സീറ്റാണ്. അതിനു മുൻപ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുള്ള കൊച്ചി, കളമശ്ശേരി അടക്കമുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടേക്കെല്ലാം തന്നെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് നടത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി UDFിനുള്ളതാണ്. എന്നിരുന്നാൽ പോലും ഇവിടെ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും തർക്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തൃപ്പൂണിത്തുറയിൽ കെ ബാബുവിന് പകരം ദീപക് ജോയിയെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം നടന്നിരുന്നു. കെ ബാബു തന്നെ തൻ്റെ പിൻഗാമിയായിട്ട് ദീപക് ജോയിയുടെ പേര് നിർദ്ദേശിച്ചതാണ്. എന്നാൽ കോൺഗ്രസിലെ ഒരു വിഭാഗം ഇതിനെ എതിർക്കുന്നതിനെ തുടർന്ന് തന്നെയാണ് ഏതായാലും സ്ഥാനാർത്ഥി നിർണയം തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച് വൈകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊച്ചിയാണെങ്കിൽ കഴിഞ്ഞ 2 തവണയായിട്ട് UDFിന് നഷ്ടമാവുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ ഒരു ജനസമ്മതിയുള്ള ആളെ തന്നെ നിർത്തിക്കൊണ്ട് കോൺഗ്രസിന് ഈ മണ്ഡലത്തെ തിരിച്ചു പിടിക്കണമെന്നുള്ള പ്രതീക്ഷയുണ്ട്. എന്നാൽ ആരെ പകരം കണ്ടെത്തും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ചർച്ചയാവുന്നത്. നേരത്തെ കൊച്ചി മേയറായിട്ടുള്ള മുൻപ് മേയറായിരുന്ന ടോണി ചമ്മണിയാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. ആ സാഹചര്യത്തിൽ പോലും വലിയൊരു മുന്നേറ്റം UDFിനെ സംബന്ധിച്ച് കൊച്ചിയിൽ നടത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒരു ശക്തനായ നേതാവിനെ കളത്തിലിറക്കിക്കൊണ്ട് മത്സരം കാഴ്ചവെക്കാനായിട്ടുള്ളൊരു നീക്കമായിരുന്നു UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കുന്ന കാര്യമൊക്കെ പരിഗണനയിൽ ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഒരു വിഭാഗം എതിർക്കുന്നത് കൊണ്ട് തന്നെ മുഹമ്മദ് ഷിയാസിനെ കൊച്ചിയിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യം ആശങ്കയുണ്ട്. മുഹമ്മദ് ഷിയാസിനെ തന്നെ ആണെങ്കിൽ മറ്റ് ചില സ്ഥലങ്ങളിൽ കൂടി പരിഗണിക്കുന്നുണ്ട്. അതൊന്ന് കളമശ്ശേരിയാണ്. കളമശ്ശേരിയും ഇത്തരത്തിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഒരു സീറ്റാണ്. കൂടാതെ നിലവിൽ സിറ്റിംഗ് സീറ്റായിട്ടുള്ള പെരുമ്പാവൂരിലേക്കും ഷിയാസിൻ്റെ പേരുകളൊക്കെ ഉയർന്നു കേട്ടിരുന്നതാണ്. എന്നാൽ ഇവിടെ ഒന്നും തന്നെ ഇപ്പോൾ നിലവിൽ ഷിയാസ് മത്സരിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഏതായാലും ഷിയാസ് മത്സരിക്കണം എന്നുള്ളൊരു ആവശ്യം പ്രധാനമായിട്ടും ഒരു വിഭാഗം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ ഷിയാസിനെ എതിർത്തും കോൺഗ്രസിൽ തർക്കങ്ങൾ തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഏതായാലും സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത് എന്നുള്ളൊരു കാര്യമാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ പോലും LDF അവരുടെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. പറവൂരിൽ ശക്തമായിട്ടുള്ള പ്രവർത്തനവുമായിട്ട് LDF മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു സ്ഥലത്ത് പോലും സ്ഥാനാർത്ഥി പറവൂരിൽ VD സതീശൻ തന്നെ മത്സരിക്കുമെന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. എന്നിട്ട് പോലും ഇവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പ്രചരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം അത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും വലിയ രീതിയിലുള്ള വിമർശനത്തിന് കാരണമാകുന്നുണ്ട്. അമ്പിളി, ശരി, കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺകുമാർ. അങ്ങനെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ ചൂടിലേക്ക് കടക്കുകയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും എല്ലാം തന്നെ. ഒരു ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ചർച്ചകൾ നടക്കുമ്പോൾ മറുഭാഗത്ത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദവുമുണ്ട്. അതിനൊക്കെയുള്ള മറുപടി പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന്. വിവിധ ഇടങ്ങളിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധികളാണ്. ഇനി മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ, കേരളത്തെ നടുക്കിയ ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ വിധി ഇന്നാണ്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ വന്ദനാദാസിനെ പ്രതി സന്ദീപ് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് സുധീഷ് കുമാർ ചേരുന്നുണ്ട്. സുധീഷ്, വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു ഇത്. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ അടക്കം വലിയ ഞെട്ടലുണ്ടാക്കിയ കേസിന്റെ വിധിയാണ് ഇന്ന് പുറത്തു വരുന്നത്. കേരളത്തെ നടുക്കിയ ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ ഇന്ന് വിധി വരും. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. 2023 മെയ് 10 കേസിനാസ്പദമായ സംഭവം. 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ വന്ദനാദാസിനെ പ്രതി സന്ദീപ് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. സുധീഷുണ്ട് വിവരങ്ങളുമായി. സുധീഷ്, ഈ കേസിൽ ഒരൊറ്റ പ്രതിയേ ഉള്ളൂ, അത് ഈ സന്ദീപാണ്. നമുക്കറിയാം കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ആരോഗ്യ മേഖലയിലടക്കം വലിയ ഞെട്ടലുണ്ടാക്കുകയും വലിയ രീതിയിൽ ഒരു ചർച്ചയ്ക്ക് തുടക്കമിടുകയും ഒക്കെ ചെയ്ത ഒരു കേസിന്റെ വിധിയാണ് ഇന്ന് വരുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് അമ്പിളി. കാരണം കേരളമാകെ നമ്മൾ ഞെട്ടലോടെ കേട്ട ഒരു വാർത്ത തന്നെയായിരുന്നു ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകം. കാരണം ആശുപത്രിയിൽ എത്തുന്ന ഒരു പ്രതി അത് തുടർന്ന് വളരെ മൃഗീയമായി ഡോക്ടറെ കൊലപ്പെടുത്തുന്ന ഒരു സംഭവം. അത്തരത്തിലൊരു സംഭവം മുൻപ് നമ്മൾ ആശുപത്രികളിലോ അല്ലെങ്കിൽ കേരളത്തിലോ അങ്ങനെ കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമായിരുന്നു. അത്തരത്തിൽ കേരളം വളരെ ഞെട്ടലോടെ കേട്ട ഒരു സംഭവം. അത്തരത്തിൽ ആ സംഭവത്തിന് ശേഷം പിന്നീട് സുരക്ഷിതത്വമായി ജോലി ചെയ്യുന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഈ തരത്തിൽ സമരരംഗത്തിറങ്ങുകയും അവർ വളരെ
പ്രതിഷേധാർഹമായി ഈ ഒരു സംഭവത്തെ കാണുകയൊക്കെ ചെയ്തിരുന്നു. തുടർന്ന് അവരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ സർക്കാരും നടപടി സ്വീകരിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തിയ ഒരു സംഭവമായിരുന്നു. ഏതായാലും ഈ 2023 ഇത്തരത്തിൽ ഈ ഒരു ഞെട്ടലുണ്ടാക്കിയ, നാടിനെ നടുക്കിയ ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. ഈ ഒരു സംഭവത്തിന് ശേഷം പൂയപ്പള്ളി പോലീസ് വൈദ്യപരിശോധനയ്ക്കായാണ് സന്ദീപ് എന്ന പ്രതിയെ ഈ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. തുടർന്ന് ആശുപത്രിയിലെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് മുറിവ് കെട്ടുന്നതിനിടെ ഈ പ്രതി വളരെ പ്രകോപിതനായിക്കൊണ്ട് ചാടി എണീറ്റ് തൊട്ടടുത്ത് നിന്ന പോലീസുകാരെയും മറ്റൊക്കെ ഉപദ്രവിക്കുന്നു. ഒപ്പം ഈ ഡ്രസ്സിംഗ്, അതായത് മുറിവ് തുന്നിക്കെട്ടുന്ന ഉണ്ടായിരുന്ന നഴ്സുമാരെയൊക്കെ ഉപദ്രവിച്ചതിന് ശേഷമാണ് ഈ പ്രതി ഈ വന്ദനാദാസിലേക്ക് ആക്രമണം തിരിയുന്നത്. തുടർന്ന് കയ്യിലുണ്ടായിരുന്ന സർജിക്കൽ കത്തി ഉപയോഗിച്ച് വന്ദനാദാസിനെ കുത്തുകയാണ് ചെയ്തത്. തുടർന്ന് വളരെ മൃഗീയമായി കൊലപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കായിരുന്നു പിന്നീട് പ്രതിയുടെ ഓരോ നീക്കവും. 16 കുത്തുകൾ, ആഴത്തിലുള്ള കുത്തുകൾ വന്ദനദാസിന്റെ ശരീരത്തിലുണ്ടായി. ഈ പ്രതി ഏൽപ്പിച്ചു. അങ്ങനെ വളരെ ഏറെ നമ്മൾ വളരെ വേദനാജനകമായ ഒരു സംഭവം. അതിനുശേഷം വന്ദന മരണത്തിന് കീഴടങ്ങുന്ന ഒരു സംഭവം ഈ ഒരു കേസിലായിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായി, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഈ ഒരു കേസിന്റെ വാദം മുന്നോട്ട് പോവുകയായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ഈ വാദമുഖങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ഈ കേസിലെ വിധി പറയാൻ ഇന്ന് കൊല്ലം കോടതി തയ്യാറെടുക്കുന്നത്. ശരി, കേരളത്തെ നടുക്കിയ ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ ഇന്ന് വിധി വരും. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്ന് സുധീഷ് കുമാർ. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ യാത്ര യുപിയിലെ വാരണാസി പിന്നിട്ടു. ഇന്ന് അയോധ്യയിലെത്തുന്ന അമ്മയെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് നിർമ്മാണ സമിതി അധ്യക്ഷൻ നിപേന്ദ്ര മിശ്ര തുടങ്ങിയവർ ചേർന്ന് സ്വീകരിക്കും. ആശ്രമത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും ബ്രഹ്മചാരികളും ആശ്രമ അന്തേവാസികളുമായി പ്രത്യേകം സജ്ജമാക്കിയ ട്രെയിനിലാണ് അമ്മയുടെ യാത്ര. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ശ്രീരാമയന്ത്രം പ്രതിഷ്ഠിക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാനായുള്ള ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ചാണ് അമ്മ അയോധ്യയിലേക്ക് പുറപ്പെട്ടത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം ഈ മാസം 19 രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങുകളിൽ അമ്മയും വിശിഷ്ടാതിഥിയാണ്. ഭാരതത്തിലെ ആത്മീയ നേതൃനിരയിലെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കൊപ്പം അമ്മ ശ്രീരാമയന്ത്രം പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കും. ആശ്രമത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും ബ്രഹ്മചാരികളും ആശ്രമ അന്തേവാസികളും ഉൾപ്പെടെ 1200 പേർ അയോധ്യയിലേക്കുള്ള യാത്രയിൽ അമ്മയെ അനുഗമിക്കുന്നുണ്ട്. UAE-യിലേക്ക് ഇറാന്റെ ആക്രമണ ശ്രമം. ഇതേ തുടർന്ന് വ്യോമപാത കുറച്ച് സമയത്തേക്ക് UAE ഭാഗികമായി അടച്ചെങ്കിലും പിന്നീട് തുറന്നു. അബുദാബിയിലെ എണ്ണപ്പാടത്ത് ഡ്രോൺ ആക്രമണ ശ്രമം നടന്നു. ഷാഹോയിൽ ഫീൽഡിൽ തീപിടുത്തമുണ്ടായി. ആർക്കും പരിക്കില്ല. ബഹ്റൈനിലും ഖത്തറിലും ഡ്രോൺ ആക്രമണ ശ്രമം നടന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. അതിനിടെ ഇറാനൊപ്പമാണെന്ന് ആവർത്തിച്ച് റഷ്യ രംഗത്തെത്തി. ഗൾഫ് മേഖല അനിശ്ചിതത്വത്തിലാണെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ പരമാവധി ശ്രമമെന്നും റഷ്യ വ്യക്തമാക്കി. മധ്യസ്ഥ ശ്രമങ്ങൾക്കായി ഈജിപ്ത് വിദേശകാര്യമന്ത്രി ഗൾഫിലെത്തും. അതിനിടെ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായി ചർച്ച നടന്നിട്ടില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. കാബൂളിൽ ആശുപത്രിക്ക് നേരെ പാകിസ്ഥാന്റെ വ്യോമാക്രമണം. 400 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. 250ഓളം പേർക്ക് പരിക്കേറ്റു. ആശുപത്രി പൂർണ്ണമായും തകർന്നു. ലഹരിമുക്ത കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വ്യോമാക്രമണത്തിൽ ആശുപത്രിയുടെ വലിയൊരു ഭാഗം തകർന്നിട്ടുണ്ട്. അതേസമയം അഫ്ഗാൻ സർക്കാരിന്റെ ആരോപണങ്ങൾ പാകിസ്ഥാൻ നിഷേധിച്ചു. കാബൂളിൽ ഒരാശുപത്രിയും ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ പാകിസ്ഥാൻ അഫ്ഗാന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പ്രതികരിച്ചു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം അയൽ രാജ്യങ്ങൾ തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലിലേക്ക് കടക്കുന്നു എന്നാണ് റിപ്പോർട്ട്. തകർന്നു വീഴാറായ വീടുകളിൽ കടുത്ത അരക്ഷിതാവസ്ഥയിൽ കഴിയുകയാണ് കോട്ടയം വിജയപുരത്തെ 5 കുടുംബങ്ങൾ. വിജയപുരം പഞ്ചായത്ത് പരിധിയിൽ കോട്ടയം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് 4.5 പതിറ്റാണ്ടായി ഇവർ കഴിയുന്നത്. നിർധനരായ ഇവരുടെ ദുരിതം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. വിജയപുരം ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിൽ കോട്ടയം നഗരസഭയുടെ ഭൂമിയിലുള്ള ഇരട്ട വീടുകളാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. ഈ ഇടിഞ്ഞു വീഴാറായ വീടുകൾ അധികൃതരുടെ അനാസ്ഥയുടെയും നിസ്സംഗതയുടെയും നേർക്കാഴ്ചകളാണ്. കോട്ടയം നഗരസഭയുടെ
പഴയ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപമാണ് ഈ ഇരട്ട വീടുകൾ. മുൻപ് വിജയപുരത്തെ കാർമൽ മഠത്തിലെ അന്തേവാസികളായിരുന്ന പെൺകുട്ടികളെ മഠത്തിന്റെ നേതൃത്വത്തിൽ വിവാഹം കഴിപ്പിച്ച് ഇവിടെ താമസിപ്പിച്ചതാണ്. കാലപ്പഴക്കത്തിൽ വീടുകളെല്ലാം ജീർണാവസ്ഥയിലായി. പക്ഷേ ഇവിടുത്തെ നിർധന കുടുംബങ്ങൾക്ക് വീടുകൾ നന്നാക്കുന്നതിനോ മറ്റെവിടേക്കെങ്കിലും താമസം മാറുന്നതിനോ സാഹചര്യമുണ്ടായിരുന്നില്ല. ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം ലഭിക്കാത്തതിനാൽ ലൈഫ് പദ്ധതിയിൽ പോലും ഇവർക്ക് വീടുകൾ കിട്ടാത്ത സ്ഥിതിയാണ്. അമ്മയും കുറച്ച് ആൾക്കാരും മഠത്തിൽ ജീവിച്ചാണ്. അപ്പോൾ അവർക്ക് കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അവരെ വിടാനായിട്ടൊരു സ്ഥലമില്ലായിരുന്നു. അങ്ങനെ 1983 ലീസിനെടുത്തായിരുന്നു. ആ 83 തൊട്ട് 2026 കാലഘട്ടം വരെ ഞങ്ങളിവിടെ താമസിച്ചുകൊണ്ട് വരിക. പക്ഷേ അതിന് പട്ടയവും ഇല്ല, വേറൊരു സംവിധാനവും ഇല്ല. നമ്മുടെ പല പ്രാവശ്യം അധികാരികളെ നമ്മൾ സമീപിച്ച ശേഷം നമ്മളോടൊരു എന്താ പറയുക, ഒരു പട്ടിക്ക് തരുന്ന ഒരു വില പോലും ഇല്ല. അത് ഒരു അവസ്ഥയിൽ നമ്മളവിടെ നിന്ന് പല പ്രാവശ്യം ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നിൽക്കുന്നത്. എനിക്ക് പപ്പായും അമ്മയും രോഗികളാണ്, വാടക കൊടുക്കാൻ നിവൃത്തിയില്ല, കുട്ടികളുടെ പഠനം മറ്റു കാര്യങ്ങളല്ല. പിന്നെ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ കൂലിപ്പണിക്കാരാണ്. അവർക്ക് വാടക കൊടുത്തു പോകാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് അവരിവിടെ നിൽക്കുന്നത്. ചില വീടുകൾ ചില സമുദായ സംഘടനകളുടെയും മറ്റും സഹായത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി. ചില വീടുകളിലെ താമസക്കാർ നിർവാഹമില്ലാതെ ബന്ധുവീടുകളിലേക്കും മറ്റും താമസവും മാറി. ഇതിനൊന്നും കഴിയാത്ത കുറച്ച് പേർ ഇപ്പോഴും ജീവൻ മുറുകെ പിടിച്ച് ഈ കൂരകൾക്ക് കീഴിൽ താമസിക്കുകയാണ്. ഇതിൽ രോഗികളും പ്രായമായവരും ഒക്കെയുണ്ട്. ഒരു രക്ഷയില്ല. ഞങ്ങളൊക്കെ കൂലിപ്പണിക്കാരാണ്. ഇന്നലെ ഒരു പണിയുണ്ടായിരുന്നു, ഇന്ന് പണിയില്ല, നാളെയും കാണത്തില്ല. അതാണ് ഗതികേട്. മഴക്കാലത്തൊരു വെള്ളം വിട്ടു ഒഴുകും. അതിന് ഞങ്ങൾ പഴുതായത് ഇതൊക്കെ ഇട്ട് അടയ്ക്കും. പെരക്കകത്ത് കിടക്കാൻ മേലെ അതുപോലത്തെ വെള്ളം ചാട്ടമൊക്കെയാണ്. 4.5 പതിറ്റാണ്ടിനിടെ വലിയ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഇവർ വഴിയും വെള്ളവും വൈദ്യുതിയും അടക്കമുള്ള സൗകര്യങ്ങൾ നേടിയെടുത്തത്. ഈ വഴി തന്നെയാണെങ്കിലും ഒന്നുമില്ലായിരുന്നു. പിന്നെ ഒത്തിരി സമരത്തിന് നടന്നതിന് ശേഷം അവിടെ ഇങ്ങനെ കെട്ടി അത് ശരിയാക്കി ഞങ്ങൾക്ക് പിന്നെ വഴിയെല്ലാം ശരിയാക്കി തന്നത്. ഈ കറണ്ടിൻ്റെതാണെങ്കിൽ പോലും അപ്പോഴൊരു വാർഡ് നമ്പർ ഉണ്ടായിരുന്നു, ബെന്നി സാറ്, ബാബു സാറ്. അവർ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ ഒപ്പം നടന്ന് എന്തോരം കഷ്ടപ്പെട്ടെന്നറിയാം കറണ്ട് ഉണ്ടാക്കിയെടുത്തത്. വെള്ളത്തിൻ്റെ ഒത്തിരി കഷ്ടപ്പെട്ടു. പക്ഷേ വെള്ളം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ വീടുകൾക്ക് നമ്പറുകളുമുണ്ട്. അതിനാൽ സ്വന്തമായി വീടും സ്ഥലവും ഇല്ലാത്തവർക്കുള്ള ലൈഫ് പദ്ധതിയിൽ പോലും ഇവർ ഇടം പിടിച്ചിട്ടില്ല. വേറെ സ്ഥലവും വീടുകളും നൽകാമെന്ന് അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് വാഗ്ദാനങ്ങൾ ഉണ്ടായെങ്കിലും ഒന്നും നടപ്പായിട്ടുമില്ല. ഈ ഇരട്ട വീടുകൾ ഇരിക്കുന്ന 58 സെന്റ് ഭൂമിയിൽ 5 സെന്റ് വീതം ഈ കുടുംബങ്ങൾക്കായി നൽകാൻ കോട്ടയം നഗരസഭ തയ്യാറായാൽ ലൈഫ് പദ്ധതിയിലൂടെ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. പക്ഷേ ഇതിനായി ഇവർ മുട്ടാത്ത വാതിലുകളില്ല. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഈ കുടുംബങ്ങളിലുള്ളവർ വോട്ട് ചെയ്യാനായി പോകാറുണ്ട്. എന്നാൽ വോട്ട് കിട്ടി വിജയിച്ചു വരുന്നവരാരും ഇവരെ പിന്നീട് തിരിഞ്ഞു നോക്കാറില്ല. അടച്ചുറപ്പുള്ള വീടെന്ന ഇവരുടെ സ്വപ്നം ഇനിയും അകലെയാണ്. ക്യാമറമാൻ ജിത്തു കൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്. ശിലായുഗ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളാണ് ഇടുക്കി മറയൂരിലെ മുനിയറകൾ. ഇവിടെ 100 കണക്കിന് മുനിയറകൾ സംരക്ഷണമില്ലാതെ നശിച്ചു. എന്നാൽ കാന്തല്ലൂർ ആനക്കൊട്ടപ്പാറ പാർക്കിൽ മുനിയറകൾ സംരക്ഷിക്കുക മാത്രമല്ല, ഇതിന്റെ ചരിത്രം സന്ദർശകർക്ക് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ശിലായുഗ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളാണ് മുനിയറകൾ. പുരാതന ശിലായുഗത്തിന്റെ അവസാന ഘട്ടമായ മഹാശിലായുഗത്തിലെ ആളുകളെ മറവ് ചെയ്ത കല്ലറകളാണ് ഇവയെന്ന് പുരാവസ്തു ശാസ്ത്രജ്ഞർ പറയുന്നു. മുനിമാർ തപസ് ചെയ്ത ഇടമാണ് മുനിയറകളെന്നും ഐതിഹ്യമുണ്ട്. 1974 മറയൂർ മുനിയറകളെക്കുറിച്ചും ഇവിടുത്തെ പ്രാചീന ഗുഹാചിത്രങ്ങളെക്കുറിച്ചും ശാസ്ത്രീയ പഠനം നടക്കുന്നത്. 1976 സംസ്ഥാന പുരാവസ്തു വകുപ്പ് മുനിയറകളെ സംരക്ഷിത സ്മാരകങ്ങളായി പ്രഖ്യാപിച്ചു. എന്നാൽ പ്രഖ്യാപനമല്ലാതെ ഇവ സംരക്ഷിക്കാൻ നടപടികളുണ്ടായില്ല. 100 കണക്കിന് മുനിയറകൾ സാമൂഹ്യ വിരുദ്ധർ തകർത്തു. ഇതിന്റെ പഴക്കം അനുസരിച്ച് നോക്കുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കുറേയും കൂടി നന്നായിട്ട് സംരക്ഷിക്കേണ്ട സംഗതികളാണ്. ഗവൺമെൻറ് അതിനുവേണ്ട നടപടികൾ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ആനക്കൊട്ടപ്പാറ പാർക്കിലാണ് മുനിയറകൾ സംരക്ഷിക്കുന്നത്. നിരവധി സഞ്ചാരികൾ ഇവ കാണാനും പഠിക്കാനും എത്തുന്നു. വളരെ അതിശയമായ ഒരു കാര്യം തന്നെയാണ്. ഈ 5000 വർഷം മുതൽ 14,000 വർഷം പഴക്കമുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു അതിശയമാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇത്രയും കാലമായിട്ട്. മറയൂരിലെ മുനിയറകൾ സംരക്ഷിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നിട്ടും മറയൂർ മുരുകൻമലയിലും പയസ് നഗറിലുമൊക്കെ 100 കണക്കിന് മുനിയറകളാണ് നശിപ്പിച്ചത്. ശിലായുഗ കാലഘട്ടത്തിന്റെ നിർണായക കണ്ടെത്തലുകൾക്കുള്ള അവസരമാണ് ഇതിലൂടെ ഇല്ലാതാകുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി. ഇനി ഓഹരി വിപണിയുടെ വിലയിരുത്തലാണ്. വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നു. ദിലീപ്, ഇന്ന് എന്താണ് വിപണിയിൽ പ്രതീക്ഷിക്കുന്നത്?
ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള തുടർച്ചയായ വിൽപ്പനയ്ക്ക് ശേഷം ഇന്നലെ വിപണിയിൽ നിക്ഷേപ താല്പര്യം കണ്ടിരുന്നു. മുൻനിര ഓഹരി സൂചികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നീക്കമാണ് ഉണ്ടായത്. എന്നാൽ രണ്ടാം നിര ചെറുകിട ഓഹരികളിൽ വിൽപ്പന തുടരുകയും ചെയ്തു. വരും ദിവസങ്ങളിലും വിപണിയിൽ നേരിയ തോതിൽ നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഓരോ കയറ്റത്തിലും വിൽപ്പന എന്നുള്ള ഒരു സ്ഥിതിഗതി തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയേക്കാം. മുൻനിര സൂചിയായ നിഫ്റ്റിക്ക് 23,500 എന്നുള്ള നിലവാരമാണ് അടുത്ത നിലവാരമായി കണക്കാക്കുന്നത്. ആ ഒരു പ്രതിരോധ നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ. ക്രൂഡ് ഓയിൽ വിലയുടെ വിതരണത്തിൽ തടസ്സം നീങ്ങിയേക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ എണ്ണവിലയിൽ ഉണ്ടായിട്ടുള്ള ഇടിവാണ് ഇന്നലത്തെ വിപണിയുടെ നേട്ടത്തിൽ പ്രതിഫലിച്ചത്. ഏതാണ്ട് 3% എണ്ണവിലയിൽ ഇടിവുണ്ടായി. എങ്കിലും ഇപ്പോഴും ബ്രണ്ട് ക്രൂഡ് ഓയിലിന്റെ വില $100 തുടരുക തന്നെയാണ്. ഈ $100 താഴേക്ക് നീങ്ങുകയും ഏതാണ്ട് ഒരു $90 തന്നെ ഒരു സ്ഥിരപ്പെട്ട് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ അത് വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിന് പ്രചോദനമാവുകയും ചെയ്യും. എങ്കിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പന ഒരു പരിധിവരെ വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ ഒരു പ്രതിസന്ധി തന്നെയാണ്. ഇന്നലെയും ഏതാണ്ട് 8,000 കോടി രൂപയുടെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ മികച്ച നിക്ഷേപം വിപണിയെ മുന്നോട്ട് നയിക്കുന്നതിന് സഹായിക്കുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ എല്ലാ മേഖലകളിലും ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ വിപണിയിൽ ഒരു മുന്നേറ്റം തുടർച്ചയായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഇന്നലത്തെ വിപണിയിലെ നേട്ടം എന്ന് പറയുന്നത് ഏതാനും ചില മുൻനിര ഓഹരികളെ കേന്ദ്രീകരിച്ചും മാത്രമായിരുന്നു എന്നതാണ്. രണ്ടാം നിര ചെറുകിട ഓഹരികളിൽ വിൽപ്പന സമ്മർദ്ദവും അത് നഷ്ടത്തിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. എന്തായാലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഇന്നലെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ കണ്ടതുമാണ്. ആ രീതിയിലൊരു നീക്കം തന്നെയായിരിക്കും വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. എന്തായാലും നേട്ടത്തിലായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. ഇന്നത്തെ ഓഹരി വിപണിയുടെ പ്രതീക്ഷ പങ്കുവയ്ക്കുകയായിരുന്നു ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ്. കണ്ണൂർ കോൺഗ്രസിന് പ്രതീക്ഷ, കെ സുധാകരൻ മത്സരിക്കും. നേതൃത്വത്തിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായി വിവരം. നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി പുലർച്ചെ ഡൽഹിയിലേക്ക് കെ സുധാകരൻ തിരിച്ചു. കണ്ണൂരിൽ നിന്ന് ജോസഫ് ചേരുന്നുണ്ട്. ജോസഫ്, സുധാകരന്റെ കടുംപിടുത്തത്തിന് അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ അപ്രതീക്ഷിത നീക്കത്തിന് ഹൈക്കമാൻഡ് വഴങ്ങി എന്നുള്ളതാണോ റിപ്പോർട്ട്? അതായത് കണ്ണൂരിൽ കോൺഗ്രസിന് പ്രതീക്ഷ എന്ന് പറയുമ്പോൾ അമ്പിളി, കോൺഗ്രസിൽ കലാപക്കൊടി ഉയർത്തിയ കെ സുധാകരൻ എന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് ഇപ്പോൾ ഹൈക്കമാൻഡും നേതൃത്വവും വഴങ്ങിയിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് കെ സുധാകരനെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാമെന്നൊരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഡൽഹിയിലേക്ക് ചർച്ചകൾക്കായി സുധാകരൻ പോയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കെ സുധാകരനെ കൂടാതെ മറ്റൊരു എംപിക്കും ഇളവുകൾ നൽകിയിട്ടുണ്ട് എന്നും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി UDF സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ കെ സുധാകരന്റെ പേരും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് പാർട്ടിയിൽ കെ സുധാകരൻ നേതൃത്വത്തിന്റെ മുമ്പിലും അതുപോലെ തന്നെ ഹൈക്കമാൻഡിന്റെ മുമ്പിലും വെച്ചത്. പക്ഷേ ആ സമ്മർദ്ദങ്ങൾ മുഖവിലേക്ക് എടുക്കണ്ട എന്നുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തെ നിഷ്പ്രഭമാക്കിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ സുധാകരന്റെ നീക്കങ്ങൾ ഇപ്പോൾ കലാശിച്ചിരിക്കുന്നത്. എന്തായാലും അണികളുടെ ആവശ്യവും സുധാകരന്റെ സമ്മർദ്ദതന്ത്രവും ഫലം കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കണ്ണൂർ സീറ്റിന് വേണ്ടി അത്യധികം കെ സുധാകരൻ നേതൃത്വത്തിന്റെ മുമ്പിൽ വാശി പിടിച്ചിരുന്നു. ആ വാശിക്ക് ഇപ്പോൾ നേതൃത്വം വഴങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ രമേശ് ചെന്നിത്തലയുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ബാക്കി ഒരു നേതാക്കളും വിളിച്ച് സംസാരിക്കുകയോ അതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്തില്ല. പക്ഷേ ഈ രമേശ് ചെന്നിത്തല ഇത്തരത്തിൽ ഫോണിൽ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. സ്ഥാനാർത്ഥിത്വം നൽകണമെന്ന് രമേശ് ചെന്നിത്തല മാത്രമാണ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നത്. ഇത്തരത്തിൽ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ കണ്ണൂർ കോൺഗ്രസിൽ പ്രതീക്ഷ, കെ സുധാകരൻ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നേതൃത്വത്തിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് ഹൈക്കമാൻഡ് നേതൃത്വവുമായി ചർച്ചയ്ക്ക് തിരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ 2 എംപിമാർക്ക് ഇളവ് നൽകുമെന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. ഒന്ന് കണ്ണൂരിൽ കെ സുധാകരനും ഒപ്പം തന്നെ ഒന്ന് അടൂർ പ്രകാശുമായിരുന്നു. ഈ 2 എംപിമാർ മത്സരരംഗത്തുണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഇനി അറിയേണ്ടത്. കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജോസഫ്. തൃശൂരിൽ വലിയ വിജയം കൈവരിക്കുമെന്ന് BJP സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ. കോൺഗ്രസ് കൈവിട്ട പോലെ BJP തന്നെ കൈവിടില്ല, വലിയ ജനപിന്തുണ ലഭിക്കുമെന്നും പത്മജ വേണുഗോപാൽ അമൃത വാർത്തകളോട് പറഞ്ഞു. തൃശൂരിൽ നിന്ന് ഹരീഷ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ നമ്മോടൊപ്പം ചേരുകയാണ്. ചേച്ചി, ഇതിനു മുൻപ് നമ്മൾ കണ്ടപ്പോൾ ഒരു സൂചന മാത്രമാണ് ലഭിച്ചത്. പക്ഷേ ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം വന്നു. എങ്ങനെ നോക്കിക്കാണുന്നു ഈ സ്ഥാനാർത്ഥിത്വത്തെ? അല്ല,
അല്ല, എൻ്റെ മനസ്സിലാദ്യം അറിയായിരുന്നു വരും എന്നുള്ളത് എനിക്കറിയായിരുന്നു. പിന്നെ ഞാനത് പാർട്ടിയുടെ ഒരു ഇതായിരുന്നു, ഞാൻ ഇവിടെ പറയാറില്ല, പാർട്ടി ആദ്യം പറയട്ടെ എന്നുള്ളതാണ് എൻ്റെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അന്ന് എനിക്ക് തൃശ്ശൂരിനെ പറ്റിയിട്ട് ഒരിക്കലും ഒരു തെറ്റിദ്ധാരണയില്ല. കുറേ ആളുകൾ അതിൽ കുറേ നേതാക്കന്മാർ നമ്മളെ ചതിച്ചു എന്നല്ലാണ്ട് തൃശ്ശൂരുകാർ നല്ലവരാണ്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ മൂന്നാമത് ഇവിടെ ഇറങ്ങിയത്. ഇനി എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണല്ലോ, അപ്പോൾ എങ്ങനെയാണ് ആ പ്രവർത്തനങ്ങൾ? പക്ഷേ എനിക്ക് BJPയുടെ കാൻഡിഡേറ്റ് ആയപ്പോൾ ഞാൻ വളരെയധികം എന്താ പറയുക, റിലാക്സ്ഡ് ആയിട്ടാണ് ഞാൻ പണിയെടുക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് വേറൊരു ടെൻഷനും അവർ തരുന്നില്ല. നമുക്ക് അവർ പറയുന്ന സ്ഥലത്ത് പോവുക, ആൾക്കാരെ കാണുക, പിന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള ആൾക്കാരും പരിചയക്കാരും ഉണ്ട് ഇവിടെ, അവരെ കാണാനും. ഒന്നിലും ഇവർ പാർട്ടി അങ്ങനെ ഇടപെടുന്നൊരു ആൾക്കാരല്ല. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, നമ്മുടെ സ്വന്തം അനിയന്മാരെ കൊണ്ട് നടക്കണ മാതിരിയാണ് ഞാൻ എല്ലാവരും കൊണ്ട് നടക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസം തന്നെയാണ് മനസ്സിന്. ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച് BJPക്ക് ഏറ്റവും നിർണായകമായൊരു മണ്ഡലം കൂടിയാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെയുള്ള ഒരു മുന്നേറ്റം നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും അത്തരത്തിലൊരു പ്രതീക്ഷ തന്നെയല്ലേ ഈ ഒരു തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുക? തീർച്ചയായിട്ടും ഓരോ ദിവസം കഴിയുന്നതോറും BJPയിലേക്കുള്ള ആളുകളുടെ വരവ് കൂടുകയാണ്, കുറയല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ലതല്ലേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതെല്ലാം കൂടാണ്ട് തന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെ ഉണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ബന്ധുക്കൾ, അങ്ങനെയായിട്ട് കുറേ, പിന്നെ അച്ഛൻ്റെ പഴയ ആൾക്കാരൊക്കെ ആയിട്ട്. പക്ഷേ എല്ലാം കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഇവിടുന്ന് ജയിക്കാൻ പറ്റും. അതൊരു എന്താ പറയേണ്ടത്, തൃശ്ശൂരുകാരോടുള്ള എൻ്റെ വിശ്വാസമാണത്. അത് അവരെ ഒരിക്കലും തെറ്റിക്കില്ല. അതിന് പ്രമുഖരായ പലരും BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. CC മുകുന്ദൻ MLA അടക്കം വന്നു. അപ്പോൾ ഈ ഒരു മാറ്റം അത് ശരിക്കും എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഞാൻ പറഞ്ഞില്ലേ, അത് ഇപ്പൊന്നും പറഞ്ഞല്ല, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയും കുറേ പേര് വരാനുണ്ട്. ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഒരു ഒഴുക്കുണ്ടാവും BJPയിലേക്ക്, ഉറപ്പാണ്. നമുക്ക് വരുമ്പോൾ കാണാം. എന്തായാലും വലിയൊരു പ്രതീക്ഷയാണ്. ജനപിന്തുണയൊക്കെ എത്രത്തോളം പ്രതീക്ഷിക്കുന്നുണ്ട്? നല്ല ജനപിന്തുണയുണ്ട്. കാരണം എന്നെ ഒരു NDA സ്ഥാനാർത്ഥി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ പത്മേച്ചി, അങ്ങനെ പറയാം. കാരണം ഞാനിവിടെ എല്ലാവരും എൻ്റെ പത്മേച്ചിയാണ്. അപ്പോൾ ആ രീതിയിൽ കാണുന്നവരുണ്ട് എനിക്ക്, ജാതി മതം ഇല്ലാണ്ട്. എൻ്റെ അച്ഛൻ ജാതി മതമൊന്നും ഇല്ലാണ്ട് ഇവരൊക്കെ സ്നേഹിച്ചതാണ്. അപ്പോൾ അവർ ആ സ്നേഹം എനിക്ക് തിരിച്ചു തരും. തീർച്ചയായും തൃശ്ശൂരിൻ്റെ സ്വന്തം പത്മേച്ചി, നമ്മുടെ പത്മജ വേണുഗോപാൽ ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നത്. വലിയ പ്രതീക്ഷയാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിലുള്ളത് എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശ്ശൂർ. സംസ്ഥാനം തിരഞ്ഞെടുപ്പ് ചൂടിൽ അമരുമ്പോൾ ഏവരും ഉറ്റുനോക്കുന്നൊരു മണ്ഡലമാണ് കോഴിക്കോട് വടകര നിയമസഭാ മണ്ഡലം. RMP രൂപീകരണവും TP ചന്ദ്രശേഖരൻ വധവും ഉണ്ടാക്കിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ വടകര മണ്ഡലത്തിന്റെ ചിത്രത്തിൽ തന്നെ കാതലായ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. UDF പിന്തുണയിൽ RMP സ്ഥാനാർത്ഥിയായി വീണ്ടും KK രമ മത്സരരംഗത്തേക്ക് എത്തുമ്പോൾ RJDയിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിലാണ് LDF. ശേഷം സോഷ്യലിസ്റ്റ് പാർട്ടികൾ മാത്രം വിജയിക്കുന്ന മണ്ഡലം KK രമയിലൂടെയാണ് കഴിഞ്ഞ തവണ UDF പിടിച്ചെടുത്തത്. RMP സ്ഥാനാർത്ഥിയായി മത്സരിച്ച KK രമയ്ക്ക് UDF പിന്തുണ നൽകിയതോടെ ആ മണ്ഡലം UDF ഉറപ്പിച്ചു. 99 സീറ്റ് നേടി അധികാര തുടർച്ച കൈവരിച്ചപ്പോഴും RMP രൂപീകരണത്തോടെ തുടങ്ങിയ വടകരയിലെ തലവേദന CPMനെ ഇന്നും അലട്ടുന്നു എന്നതാണ് വാസ്തവം. കഴിഞ്ഞ തവണ LJDയുടെ മനയത്ത് ചന്ദ്രനെതിരെ 7491 വോട്ടുകൾക്കാണ് രമ വിജയിച്ചത്. കഴിഞ്ഞ ലോക്സഭയിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും നടത്തിയ മുന്നേറ്റം കൂടെ കണക്കിലെടുക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 22,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് വടകര നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഷാഫി പറമ്പിൽ നേടിയത്. ഈ 2012 മുമ്പുള്ള ഒരു ചരിത്രമെടുത്താൽ ഇടതുപക്ഷം മാത്രം ജയിച്ച മണ്ണാണ്. തുടർച്ചയായി ഇടതുപക്ഷം മാത്രം MLA ആയ ഒരു മണ്ഡലമാണ്. വലതുപക്ഷത്തിന് ഒരാൾ പോലും ഇവിടെ നിന്നായിട്ടില്ല. പാർലമെൻറ്റിലേക്ക് 1.5 ലക്ഷം ഭൂരിപക്ഷത്തിന് വിജയിച്ച മണ്ഡലത്തിൽ 50,000-ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിക്കുന്നൊരു സാഹചര്യം തുടക്കമുണ്ടായത് സതീദേവിയെ തോൽപ്പിച്ചുകൊണ്ട്. 2008 ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നു 2009. അന്ന് ചന്ദ്രശേഖർ മത്സരിച്ചിരുന്നു. പല കുതന്ത്രങ്ങളും അവരുടെ പ്രയോഗിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ നേരിട്ട് വന്ന് ഇവിടെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് നേതൃത്വം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഷാഫി പറമ്പിൽ മത്സരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്, വൃത്തികെട്ട വർഗീയ രാഷ്ട്രീയം ഇവിടെ കളിച്ചിരുന്നു. മതം പറഞ്ഞ് രാഷ്ട്രീയം കളിച്ചിരുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പ്രചരണം നടത്തിയിരുന്നു. പക്ഷേ അതൊക്കെ ജനങ്ങൾ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റുന്ന സാഹചര്യമാണ് വടകരയിൽ നമ്മൾ കണ്ടത്. മണ്ഡലത്തിൽ ഒരിക്കൽ പോലും CPM ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ലെങ്കിലും KK രമയും RMPയും എതിർപക്ഷത്ത് നിൽക്കുന്നതിനാൽ CPMനിത് അഭിമാന പോരാട്ടമാണ്.
RJD തന്നെയാണ് ഇത്തവണയും മത്സരിക്കുന്നത്. ഈ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടകരയിൽ വിജയിക്കുക തന്നെ ചെയ്യും. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇടതുമുന്നണി നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത തരത്തിലാണ് വോട്ടർമാർ നോക്കിക്കാണുന്നത്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ രീതിയിലല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തികച്ചും വ്യത്യസ്തമായാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഓരോന്നും ഓരോ തരത്തിലാണ്. ആ നിലക്കുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇടതുപക്ഷ മുന്നണിക്ക് കാര്യമായ പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. 2016 RMP തനിച്ച് മത്സരിച്ച സാഹചര്യമല്ലെന്ന് 2021 തന്നെ എത്തിയപ്പോൾ LDFന് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വടകരയിൽ ജയിച്ചു കയറാൻ LDFന് അവസാന അടവും പുറത്തെടുക്കേണ്ടി വരും. RMP രൂപീകരണത്തോടുകൂടിയാണ് വടകരയിൽ ഇടതുപക്ഷത്തിന് കാലിടറി തുടങ്ങിയത്. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട് 14 വർഷങ്ങൾക്കിപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും RMPയും ഒപ്പം തന്നെ RMP ഉന്നയിച്ച ചില രാഷ്ട്രീയ വിഷയങ്ങളും തന്നെയാണ് മണ്ഡലത്തിലെ സജീവ ചർച്ചാ വിഷയം. ക്യാമറാമാൻ സജി തറയിലിനൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം.